എല്ലാവർക്കും എക്സോഡസ് റൈസസിലേക്ക് സ്വാഗതം. നമ്മൾ ബാങ്കിങ്ങിന്റെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇത് കഴിഞ്ഞ കേരള ബാങ്കിനായിക്കോട്ടെ JC ആയിക്കോട്ടെ ഇതിൽ നിന്ന് ചോദ്യം ഉറപ്പാണ്. കാരണം ഏത് PSC എക്സാമിനാണെങ്കിലും ഈ പോർഷൻ നിങ്ങൾ പഠിക്കാതെ പോകാൻ കഴിയില്ല. കാരണം നമ്മുടെ ഇന്ത്യയെ തന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള കപ്പാസിറ്റിയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. മറ്റൊന്നുമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒരു രാജ്യത്തിന്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ആണ് ഒരു രാജ്യത്തെ തന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഗവൺമെന്റിനെ തന്നെ നിലനിർത്തുന്ന അടിസ്ഥാന ഘടകമായിട്ടുള്ള ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എങ്ങനെയാണ് റിസർവ് ബാങ്ക് കടന്നു വരുന്നത്? എന്താണ് റിസർവ് ബാങ്ക് ചെയ്യുന്ന ധർമ്മങ്ങൾ? ആരൊക്കെയായിരുന്നു റിസർവ് ബാങ്കിന്റെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ഗവർണേഴ്സ് ആയിട്ട് ഇരുന്നിട്ടുള്ളത്? ഇതെല്ലാം അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്, RBI ആക്ട്, അതിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഏതാണ്? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ആണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് പഠിക്കുക കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടന്നുവരവ് 1935 ഏപ്രിൽ 1 ആണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനു മുൻപ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നിലനിർത്തിയിരുന്ന ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് ഏതായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ റിസർവ് ബാങ്ക് വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ ചെയ്തിരുന്ന ബാങ്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബാങ്കുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ്? നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ഇന്ത്യ ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ശക്തമായ ബാങ്കുകളായിരുന്നു 3 പ്രധാനപ്പെട്ട ബാങ്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട 3 ബാങ്കുകളെ പ്രസിഡൻസി ബാങ്ക് എന്നാണ് വിളിച്ചിരുന്നത്. പ്രസിഡൻസി ബാങ്ക് എന്ന് പറയും. അത് ഏതൊക്കെയാണ്? 1843 വന്നിട്ടുള്ള ബാങ്ക് ഓഫ് മദ്രാസ്, 1840 വന്നിട്ടുള്ള ബാങ്ക് ഓഫ് ബോംബെ, 1806 വന്നിട്ടുള്ള ബാങ്ക് ഓഫ് കൽക്കട്ട. ഇവ 3 പ്രധാനപ്പെട്ട ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോ ഈ 3 ബാങ്കുകളാണ് ഇന്ത്യയിലെ ശക്തമായിട്ടുള്ള ബാങ്കുകൾ എന്ന് കരുതിയിരുന്നത് കൊണ്ടാണ് ഇതിനെ പ്രസിഡൻസി ബാങ്ക് എന്നാണ് വിളിച്ചിരുന്നത്. പ്രസിഡൻസി ബാങ്കിന്റെ ആക്ട് അല്ലെങ്കിൽ പ്രസിഡൻസി ആക്ട് ഏതാണ് ഇയർ എന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. 1876 ആണ് പ്രസിഡൻസി ബാങ്ക് ആക്ട് ഇയർ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. അതെന്തുമായിക്കൊള്ളട്ടെ, ശേഷം നമ്മളിത് വിശദമായിട്ട് പഠിക്കും. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നത് വിശദമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. എങ്കിലും ഒരു മുഖവര ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ മക്കളെ, ഈ 3 ബാങ്കുകൾ പ്രസിഡൻസി ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എങ്കിലും ഇവ 3 രീതിയിലാണ് അല്ലെങ്കിൽ 3 എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. പ്രസിഡൻസി ബാങ്ക് എന്ന് അറിയപ്പെട്ടാലും 3 എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ജൂലൈ 1 1843 വന്നിട്ടുള്ള ബാങ്ക് ഓഫ് മദ്രാസ്, 1840 ഏപ്രിൽ 15 വന്നിട്ടുള്ള ബാങ്ക് ഓഫ് ബോംബെ, ജൂൺ 2 1886 വന്നിട്ടുള്ള നമ്മുടെ കൽക്കട്ട ബാങ്ക്. ഇത് 3 പ്രസിഡൻസി ബാങ്ക് എന്നറിയപ്പെട്ടിരുന്നത്. ശേഷം ഈ 3 ബാങ്കുകളെയും കൂടെ ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇമ്പീരിയൽ ബാങ്ക് ആക്ട് ഇയർ നിലവിൽ വരുന്നത്. 1920 നിലവിൽ വന്നത്. ഇമ്പീരിയൽ ബാങ്കിന്റെ ആക്ട് ഇയർ ഓർത്തു വെക്കണം, 1920. ശേഷം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമ്പീരിയൽ ബാങ്ക് 1920 ആക്ട് വന്നിട്ടുള്ളത്. ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് നിലവിൽ വരുന്ന ഈ 3 ബാങ്കുകളെ കൂട്ടിച്ചേർത്ത് ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് പ്രവർത്തനം തുടങ്ങുന്നത് എന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 1921 ജനുവരി 27 പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓർത്ത് വെക്കണേ. അങ്ങനെ ഈ ഇമ്പീരിയൽ ബാങ്ക് ആണ് അല്ലെങ്കിൽ പ്രസിഡൻസി ബാങ്ക് ആയിരുന്ന ഈ ബാങ്കുകളാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ ചെയ്തിരുന്നത്. അതായത് ഇന്ത്യയെ തന്നെ പിടിച്ചു നിർത്തിയിരുന്ന പ്രധാന ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇമ്പീരിയൽ ബാങ്ക് ആണ്. അപ്പോ റിസർവ് ബാങ്ക് നിലവിൽ വന്നിട്ടില്ല. ശേഷം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വരുന്നു. ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസിന്റെ കമ്മീഷൻ ആയിരുന്നു ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറയുന്നത്. 26 അവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ പോരാ,
ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ബാങ്ക് തന്നെ വരണം. എങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാൻ കഴിയൂ എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ റിസർവ് ബാങ്കിന്റെ റെക്കമെൻഡേഷൻ അവർ നടത്തി. 27-ൽ റിപ്പോർട്ട് വെച്ചു, പരാജയപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം. അതിനുശേഷം വന്നിട്ടുള്ള അമെൻമെന്റ് ബില്ല്, അമെൻമെന്റ് അല്ല, അതിനുശേഷം വീണ്ടും ഈ ബില്ല് പാസ്സാക്കുകയും 1933-ൽ ബില്ല് കൊണ്ടുവരികയും പ്രമേയം പാസ്സാക്കപ്പെടുകയും 1934-ൽ ആക്ട് നിലവിൽ വരികയും ശേഷം 35-ൽ റിസർവ് ബാങ്ക് നിലവിൽ വരികയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 21-ൽ നിലവിൽ വന്നിട്ടുള്ള ഇംപീരിയൽ ബാങ്ക് ഉണ്ടല്ലോ മക്കളെ, ഇംപീരിയൽ ബാങ്ക്, ഈ ഇംപീരിയൽ ബാങ്ക് അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ 1935-ൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നു. റിസർവ് ബാങ്ക് നിലവിൽ വരുമ്പോഴും ഇംപീരിയൽ ബാങ്ക് നിലനിൽക്കുന്നുണ്ട്, റിസർവ് ബാങ്കും ഉണ്ട്. അപ്പം രണ്ട് കേന്ദ്ര ബാങ്ക് ഇന്ത്യക്ക് പറ്റുമോ? ഇല്ല. കേന്ദ്ര ബാങ്ക് എന്നുള്ള പദവിയിലേക്ക് റിസർവ് ബാങ്കിനെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ 35-ൽ റിസർവ് ബാങ്ക് വരുമ്പോൾ നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് പോലും, അവകാശം പോലും ആർക്കില്ല? റിസർവ് ബാങ്കിനില്ല. ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിട്ടാണ്, ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത് പോലും. മനസ്സിലായോ? പബ്ലിക്കിന്റെ ആൾക്കാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഷെയർ കൊടുത്തുകൊണ്ട് നിലവിൽ വന്ന ബാങ്കാണ് റിസർവ് ബാങ്ക്. അപ്പോഴും അധികാരം കൂടുതൽ ഇംപീരിയൽ ബാങ്കിന് തന്നെയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അങ്ങനെ RBI 35 നിലവിൽ വരുമ്പോഴും ഇവിടെ ഇംപീരിയൽ ബാങ്ക് നിലനിൽക്കുന്നുണ്ട്. ഇംപീരിയൽ ബാങ്കിന് പൂർണ്ണമായ അധികാരം ആർക്ക് കൊടുത്തിട്ടില്ല? റിസർവ് ബാങ്കിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ശേഷം നമുക്കറിയാം, കുറെ നാളുകൾ, കുറെ ടൈം ലൈൻ നമ്മൾ പഠിക്കും. ആ ടൈം ലൈൻ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ശേഷം 1949-ലാണ് ജനുവരി 1-നാണ് RBI നാഷണലൈസ് ചെയ്യുകയും ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ച പൂർണ്ണ അധികാരത്തോടുകൂടി നിലവിൽ വരുന്നത് 1949-ലുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? 35-ലാണ് RBI വന്നെങ്കിൽ 38-ലാണ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന അവകാശം കിട്ടി. ആദ്യമായിട്ട് നോട്ട് ഇഷ്യൂ RBI ചെയ്യുന്നത് 1938-ലാണ് കേട്ടോ. 1938-ലാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ മക്കൾ, അത് ക്ലിയർ ആയി. അപ്പോ ഇംപീരിയൽ ബാങ്കിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഇംപീരിയൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിനെയാണ് ശേഷം 1955-ൽ കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്കി മാറ്റുന്നത്. അപ്പോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂർവികൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപീരിയൽ ബാങ്ക് എന്ന് പറയാൻ സാധിക്കും. ഈ ഇംപീരിയൽ ബാങ്ക് ഏതൊക്കെ ബാങ്കുകൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്? 1806-ൽ ഒരു ബാങ്ക് ഉണ്ട്, 1840-ലെ ഒരു ബാങ്ക് ഉണ്ട്, 1843-ലെ മദ്രാസ് ബാങ്ക് ഉണ്ട്, അപ്പൊ ബോംബെ ബാങ്ക്, കൽക്കട്ട ബാങ്ക്. മക്കളെ, ഈ 3 ബാങ്കുകളാണ് ഇംപീരിയൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂർവികൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇംപീരിയൽ ബാങ്ക് ആണ്. ഇംപീരിയൽ ബാങ്കിലെ തന്നെ ആദ്യത്തെ ബാങ്ക് ആയിട്ടുള്ള ബാങ്ക് ഓഫ് കൽക്കട്ടയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂർവികനായിട്ട് അറിയപ്പെടുന്നത്. അതൊരു ചോദ്യം വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞു തന്നത്. ഏകദേശം ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്ന ടൈം ലൈനുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ഒരുപാട് കടന്നു പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എക്സാം പാറ്റേണിൽ തന്നെയാണ് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണോ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ബാക്കി നോട്ടുകളിലേക്ക് പോകാം. അപ്പൊ സെൻട്രൽ ബാങ്ക് എന്താണ്? അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, a central bank is an organization that performs the main functions of a central bank and has a considered a degree of discretion in how it operates. അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മം ചെയ്യുന്ന ഒരു ബാങ്കിനെ നമ്മൾ എന്ത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നു. സെൻട്രൽ ബാങ്ക് is a public institution that is responsible for implementing monetary policy, managing the currency of a country and controlling the money supply. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഒഴിച്ചു നടത്താൻ കഴിയാത്ത പോയിന്റ് ആണ്. എന്താ പറയുന്നത്? ഇംപ്ലിമെന്റിംഗ് മോണിറ്ററി പോളിസി. ഇതൊരു ചോദ്യം CSEBക്ക് വന്നിട്ടുണ്ട്. മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദ്യം വരും. ഫിസ്ക്കൽ പോളിസി ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നും മോണിറ്ററി പോളിസി ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, രണ്ട് ചോദ്യം CSEBക്ക് വന്നിട്ടുണ്ട്. ഇത് PYQ ആണ്. മോണിറ്ററി പോളിസി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. മോണിറ്ററി പോളിസി RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ ആണോ? സെൻട്രൽ ബാങ്കിന്റെ ധർമ്മമാണ് മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ പോളിസി എന്നാൽ ഗവൺമെന്റിന്റേതാണ്, സെൻട്രൽ ഗവൺമെന്റിനാണ് ഫിസ്ക്കൽ പോളിസി. അപ്പൊ മോണിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് എന്റെ ഉദ്ദേശം. കാരണം മോണിറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ധർമ്മങ്ങളെല്ലാം വഹിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്, അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക് തന്നെയാണ്. ഇനി നോക്കിയേ, മാനേജിങ് ദ കറൻസി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ കറൻസിയെ മാനേജ് ചെയ്യുന്നു, അത് നമുക്ക് കിട്ടും അല്ലെ? എന്താണ്? ഒരു രാജ്യത്തിന്റെ കറൻസിയെ കൺട്രോൾ ചെയ്യുകയും
കറൻസിയെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് റിസർവ് ബാങ്ക് തന്നെയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് തന്നെയാണ്. ഈ കറൻസി എന്ന് പറയുന്നതിന് അർത്ഥം മാറി വരാറുണ്ട്, അത് നമുക്ക് ശേഷം പഠിക്കാം. ഇപ്പോൾ കറൻസി എന്ന് പഠിച്ചാൽ നിങ്ങൾ നോട്ട് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അത് ഇന്ന നോട്ട് എന്നൊന്നുമില്ല, 2 രൂപയുടെ മുകളിലോട്ടോ താഴേക്ക് ഒന്നൊന്നും വ്യത്യാസം നിങ്ങൾ ഓർക്കേണ്ട, കറൻസി എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ കറൻസിയെ കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ ധർമ്മമാണ്. ആൻഡ് കൺട്രോളിംഗ് ദ മണി സപ്ലൈ, രാജ്യത്തിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതും റിസർവ് ബാങ്ക് എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ ധർമ്മമാണെന്ന് ഓർത്തു വെക്കുക. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ ഞാൻ ഓടിച്ചു പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക്, ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ഏതാണ് എന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇത് പല നോട്ടുകളിലും സോവറിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. നമുക്ക് അത് കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിനാണെങ്കിലും സ്പെല്ലിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ വേറെ അർത്ഥമാണ് അല്ലെങ്കിൽ വേറെ ബാങ്ക് ആണ് എന്ന് പറഞ്ഞ് പോരരുത്. ഇത് ഈ ഒരു സ്പെല്ലിംഗ് ആണ് കേട്ടോ. സർവീസസ് റിസ്ക് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അത് എന്തായാലും നിങ്ങൾ അത് പ്രൊനൗൺസിയേഷൻ എങ്ങനെ വന്നാലും നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മതി. സോവറിൻ റിസ്ക് ബാങ്ക് എന്നറിയപ്പെടാറുണ്ട്. ഇത് സ്വീഡൻ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ സ്വീഡിഷ് ബാങ്ക് എന്നും പറയപ്പെടാറുണ്ട് കേട്ടോ. സ്വീഡൻ ബാങ്ക് ആണ്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ സെൻട്രൽ ബാങ്ക് ആയിട്ട് പറയപ്പെടുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഈ 2 വർഷങ്ങളും CSEB എക്സാമിന് മാറി മാറി ഉത്തരമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് ഇത് വന്നത്? 1656 ഏത് നമ്മുടെ സ്വീഡിഷ് ബാങ്ക്, ആദ്യത്തെ സെൻട്രൽ ബാങ്ക് നിലവിൽ വരുന്നത് 1656 1656 ഓർത്തു വെക്കുക കേട്ടോ. സ്വീഡിഷ് റിസ്ക് ബാങ്ക് നിലവിൽ വരുന്നത് 1656. എന്നാൽ അത് നിലവിൽ വരുമ്പോൾ അറ്റെ പ്രൈവറ്റ്ലി ഓൺഡ് ബാങ്ക് ആണ്, ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ള ബാങ്ക് ആയിട്ടാണ് ഈ സെൻട്രൽ ബാങ്ക് നിലവിൽ വരുന്നത്. ശേഷം ഇതിനെ സ്റ്റേറ്റ് കൺട്രോളിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പിന്നീട് ഇതിനെ കൺവേർട്ട് ചെയ്ത് എങ്ങനെയാക്കി? സ്റ്റേറ്റ് ഓണർഷിപ്പിലേക്ക് മാറ്റി. അപ്പൊ പൂർണ്ണമായും സ്റ്റേറ്റ് ഓണർഷിപ്പിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കേണ്ടത് 1668 കേട്ടോ. അപ്പൊ ഈ 2 വർഷങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏത് എക്സാമിന് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ 2 വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇഷ്യൂ കറൻസി നോട്ട് ആൻഡ് ഫസ്റ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് സെൻട്രൽ ബാങ്ക് ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് പൂർണ്ണ അധികാരത്തോടെ നിലവിൽ വരുന്ന, ആദ്യമായിട്ട് തന്നെ സെൻട്രൽ ഓണർഷിപ്പിൽ അല്ലെങ്കിൽ പൂർണ്ണ അധികാരത്തോടുകൂടെ നിലവിൽ വരുന്ന സെൻട്രൽ ബാങ്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ടിന്റെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1694 അതും ഒന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ പ്രത്യേകത ഇഷ്യൂ കറൻസി നോട്ട്, ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് ഇഷ്യൂ കറൻസി നോട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് 1694 എന്ന് ഓർത്തു വെക്കുക. അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഫ്രാൻസ് ആണ് 1800 ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വർഷം മാത്രം. അടുത്ത സെൻട്രൽ ബാങ്ക് ഓഫ് റഷ്യ 1990. എന്നാൽ ഈ സെൻട്രൽ ബാങ്ക് ഓഫ് റഷ്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് റഷ്യൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1860. അപ്പൊ ഈ 2 വർഷം ഒന്ന് ഓർത്ത് വെക്കുക. അത്ര റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ല എന്നും കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങളുടെ ഓർമ്മയിൽ നിൽന്നാൽ മാത്രം ഒന്ന് കിട്ടിയാൽ മതി. അത്ര പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയാനായിട്ട് ഇല്ല. ഇനി ബാങ്ക് ഓഫ് ജപ്പാൻ നിപ്പോൺ ജിങ്കോ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഓർത്ത് വെക്കണേ. ജപ്പാന്റെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള നിപ്പോൺ ജിങ്കോ എന്നറിയപ്പെടും. 1882 നിലവിൽ വന്നിട്ടുള്ളത്. ഈ വർഷമൊക്കെ നമുക്ക് ഒരുപാട് തവണ പഠിക്കാനുണ്ട് പല കാര്യങ്ങളിലും. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വയ്ക്കാൻ, നിപ്പോൺ ജിങ്കോ 1882 ഓർത്ത് വയ്ക്കുക. ശേഷം നോക്കിക്കോട്ടെ മക്കളെ, ഫെഡറൽ റിസർവ് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ യു എസ് എയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ റിസർവ് സിസ്റ്റം വന്നിരിക്കുന്നത് 1913 നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സെൻട്രൽ ബാങ്ക് USA സെൻട്രൽ ബാങ്ക് നിലവിൽ വരുന്നത് 1913 ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ടൈമിൽ ഇതെല്ലാം പ്രധാനപ്പെട്ടത്, ചിലത് മാത്രം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കുള്ളത് അത്ര പ്രധാനപ്പെട്ടതല്ല എന്ന് പറയാൻ കാരണം. അടുത്ത നോക്കിയ മക്കളെ, ബാങ്ക് ഓഫ് കാനഡ, കാനഡയുടെ സെൻട്രൽ ബാങ്ക് നിലവിൽ വരുന്നത് 1934 1934. ഇനി സ്വിസ് നാഷണൽ ബാങ്ക്, സ്വിറ്റ്സർലൻഡിന്റെ നാഷണൽ ബാങ്ക് കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ളത് സ്വിസ് നാഷണൽ ബാങ്ക് 1905 നിലവിൽ വരുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയുടെ സെൻട്രൽ ബാങ്ക് നിലവിൽ വന്നിട്ടുണ്ട്. പേര് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ എന്നാണ്. ഇനി സെൻട്രൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ, പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്ക് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ 1948 നിലവിൽ വന്നിട്ടുള്ളത്. സെൻട്രൽ ബാങ്ക് ഓഫ് ചൈന, ദ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന എന്നാണ് അറിയപ്പെടുന്നത്. 1948 തന്നെയാണ് അതും വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. പ്രധാനപ്പെട്ട വർഷങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു പോയത്. അടുത്തത്
നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഹിസ്റ്ററി ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുവെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ഹിസ്റ്ററി ഒന്ന് നോക്കണം. Reserve Bank of India, abbreviated as the RBI, is the Central Bank of India and it is the apex body in Indian financial system. Indian financial systemത്തിന്റെ apex body ആയിട്ട് അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുക. It acts as a regulatory body responsible for the regulation of Indian banking system as well as control issue and maintain money supply in Indian economy. നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലെ പണപരമായിട്ടുള്ള സപ്ലൈ അല്ലെങ്കിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഔട്ട്മോസ്റ്റ് അതോറിറ്റി അല്ലെങ്കിൽ ടോപ്പസ്റ്റ് അതോറിറ്റി എന്നറിയപ്പെടുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? അടുത്ത പറയുന്നത് നോക്കടാ മക്കളെ. Reserve Bank begins its function by taking over the function of Central Government and Imperial Bank of India. സെൻട്രൽ ഗവൺമെന്റിന്റെ അതായത് ബാങ്ക് ടു ദ ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത് നമ്മുടെ കേന്ദ്ര ബാങ്കാണ്. അതായത് ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സെൻട്രൽ ബാങ്ക് തന്നെ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയപ്പെടാറുണ്ട്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് ആരാണെന്നൊരു ചോദ്യം വരാം. അത് വന്നാൽ നിങ്ങൾ ഓർത്ത് വെക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ബാങ്കേഴ്സ് ബാങ്ക് എന്നോ സെൻട്രൽ ബാങ്കിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ബാങ്കായിട്ട് റിസർവ് ബാങ്കിനെ കുറിച്ച് ഇങ്ങനെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട്. ബാങ്കേഴ്സ് ബാങ്ക് എന്നാകാം, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നാകാം, അല്ലെങ്കിൽ ബാങ്ക് ടു ദ ഗവൺമെന്റ് എന്നാകാം. ഇതെങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോ ഇമ്പീരിയൽ ബാങ്കിന്റെ ധർമ്മങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ റിസർവ് ബാങ്ക് നിലവിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറിപ്പോയി എന്ന് നമുക്കറിയാം. പക്ഷേ ഇമ്പീരിയൽ ബാങ്ക് ആയിരുന്നു ആദ്യം കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ആ ഫംഗ്ഷൻസ് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. അടുത്തത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു 27/1/1921 ഇമ്പീരിയൽ ബാങ്കിന്റെ ആക്ട് വന്നത് 1920 ആണെങ്കിലും ഇമ്പീരിയൽ ബാങ്ക് നിലവിൽ വരുന്നത് ജനുവരി 27, 1921 മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ്? അമാൽഗമേറ്റിംഗ് 3 പ്രസിഡൻസി ബാങ്ക്, പ്രസിഡൻസി ബാങ്കുകൾ 3 കൂടെ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ടാണ്. ഏതൊക്കെ ബാങ്ക് ആയിരുന്നു? ബാങ്ക് ഓഫ് മദ്രാസ് ഉണ്ട്, കൽക്കട്ട ഉണ്ട്, ബോംബെ ഉണ്ട്. അതിൽ ആദ്യത്തെ ബാങ്ക് നിങ്ങൾ ഓർത്തു വെക്കണം കൽക്കട്ട തന്നെയാണ് അല്ലെ. ബാങ്ക് ഓഫ് കൽക്കട്ടയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂർവികൻ എന്നറിയപ്പെടുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൂർവികനാണ് ആരാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത് ബാങ്ക് ഓഫ് കൽക്കട്ടയാണ് കേട്ടോ. ഈ ബാങ്ക് ഓഫ് കൽക്കട്ടയെ പിന്നീട് വേറെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1809 ജനുവരി 2 ഇതിനെ പേര് മാറ്റി ബാങ്ക് ഓഫ് ബംഗാൾ ആക്കി മാറ്റിയിട്ടുണ്ട്. ബംഗാൾ ആക്കി മാറ്റി കേട്ടോ, ബംഗാൾ ഓർത്തു വയ്ക്കണേ. അപ്പൊ 1809 ബാങ്ക് ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ് മാറിയത് ഏതാണ്? നമ്മുടെ കൽക്കട്ട ബാങ്ക് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണോ? ഈ 3 ബാങ്കുകളെ മെർജ് ചെയ്ത് പ്രസിഡൻസി ബാങ്കുകൾ ഇതിനെ ഇമ്പീരിയൽ ബാങ്ക് എന്നറിയപ്പെട്ടു. ഇമ്പീരിയൽ ബാങ്കാണ് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ റിസർവ് ബാങ്ക് വന്നപ്പോൾ ഇമ്പീരിയൽ ബാങ്കിന്റെ പ്രാധാന്യം കുറയുകയും നമ്മുടെ റിസർവ് ബാങ്കിന്റെ പ്രാധാന്യം കൂടുകയും ചെയ്തു. പയ്യെ പയ്യെ കറൻസി പ്രിന്റ് ചെയ്യാനുള്ള അവകാശം എല്ലാം കിട്ടി. റിസർവ് ബാങ്ക് നമ്മുടെ കേന്ദ്ര ബാങ്കായി വരികയും ഇമ്പീരിയൽ ബാങ്ക് ശേഷം നാഷണലൈസ് ചെയ്യപ്പെട്ട് ഏതിലേക്ക് പോയി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലേക്ക് വരികയും ചെയ്തു എന്നുള്ളത് ഓർത്തു വെക്കുക. ക്ലിയർ ആണേ. അടുത്തത് RBI വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്. ഇത് പ്രധാനപ്പെട്ടതാണ്. RBI എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ്. അതായത് ആർക്കും ഷെയർ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. റിസർവ് ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ ബാങ്കാണ്, കേന്ദ്ര ബാങ്കാണ്, ഒരുപാട് പണം ഉണ്ടായിരുന്നു, മൂലധനം ക്യാപിറ്റൽ ഉണ്ട് എന്നൊന്നും കരുതണ്ട. വെറും 5 കോടി രൂപ മാത്രം ഇനിഷ്യൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്ന ഒരു ബാങ്ക് മാത്രമായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത്ര കണ്ട പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. വന്നപ്പോ ഇത്രയ്ക്ക് സക്സസ് ആകുന്ന കേന്ദ്ര ബാങ്ക് തീരുവെന്നുള്ളത് ചിന്ത പോലും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ട് വന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഇറ്റ് ഫോംഡ് വിത്ത് എ fully paid up share capital of 5 crore divided into shares of 100 each. 100 രൂപ വിലയുള്ള 100 രൂപ വിലയുള്ള ഷെയറുകളായിട്ടായിരുന്നു ഈ 5 കോടി രൂപ സമാഹരിച്ചത്. അതായത് 5 ലക്ഷം ഷെയറുകൾ, 5 ലക്ഷം ഷെയറുകളായിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. 5 ലക്ഷം ഷെയറുകളാണ് കൊടുത്തിരുന്നത്. ആ 5 ലക്ഷം ഷെയറിന് 100 രൂപ വീതം 5 കോടി രൂപയായിരുന്നു മൂലധനമായിട്ട് ഈടാക്കിയിരുന്നത്. ഈ
5 കോടി രൂപ സമാഹരിച്ചത് എങ്ങനെയാണ്? ആരുടെ കയ്യിൽ നിന്നാണ്? 4,97,800 ഷെയറുകളും 5 ലക്ഷം ഷെയർ ഉണ്ടായിരുന്നു, അതിൽ 4,97,800 ഷെയർസും ആരാണ് പർച്ചേസ് ചെയ്തത്? പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആണ്, ഗവൺമെന്റ് അല്ല, പ്രൈവറ്റ് ആൾക്കാർ. അതായത് കൂടുതൽ ശതമാനവും ഏകദേശം അതിന്റെ ഭൂരിപക്ഷം ആൾക്കാരും പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്നു ഓണേഴ്സ് ആയിട്ട് വന്നിരുന്നത്. ശേഷമുള്ള വെറും 2,200 ഷെയറുകൾ മാത്രമാണ് ആര് പർച്ചേസ് ചെയ്തത്? നമ്മുടെ ഗവൺമെന്റ് പർച്ചേസ് ചെയ്തത്. ഓർമ്മയിരിക്കണം കേട്ടോ. അടുത്ത പറയുന്നത് RBI was shifted from private ownership to state ownership by passing the RBI Transfer to Public Ownership Act 1948. ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948 പ്രകാരമാണ് RBIയുടെ അവകാശത്തെ ഗവൺമെന്റിലേക്ക് ആരുടെ കയ്യിൽ നിന്ന്? പ്രൈവറ്റ് ആണല്ലോ കൂടുതൽ വാങ്ങിയത്, അപ്പൊ പ്രൈവറ്റ് ആയിരിക്കുമല്ലോ ഓണർഷിപ്പ്, പ്രൈവറ്റ് പാർട്ടീസ് ആണ് ഓണേഴ്സ് ആയിട്ട്. ഈ പ്രൈവറ്റിന്റെ കയ്യിൽ നിന്നും അതിന്റെ ഓണർഷിപ്പ് പബ്ലിക്കിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിലേക്ക് പോയത് എങ്ങനെയാണ് മക്കളെ? 1948 ആക്ട് പ്രകാരമാണ് പോയത് എന്ന് ഓർത്തു വെക്കുക. ത്രൂ ദിസ് ആക്ട്, ഈ ആക്ട് പ്രകാരം ഗവൺമെന്റ് ടുക്ക് ഓണർഷിപ്പ് ഓഫ് RBI ഫ്രം പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ്, പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്നും RBIയുടെ ഓണർഷിപ്പ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയുണ്ടായി. The RBI started function as a state-owned central bank institution with effect from January 1st, 1949. ഓർത്തു വയ്ക്കണം, പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പൂർണ്ണമായിട്ടും സെൻട്രൽ ബാങ്ക് എന്ന പറയുന്ന പേരിന് അർഹനായി തീർന്നത് 1949 ജനുവരി 1-നാണെന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കണം കേട്ടോ. ജനുവരി 1-നാണ്. അതുവരെ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ള ബാങ്ക് ആയിരുന്നുവെങ്കിൽ 1949 ജാനുവരി 1-നാണിത് ഒരു സെൻട്രൽ ബാങ്ക് എന്ന പേരിന് അർഹതയുള്ള ബാങ്ക് ആയിട്ട് തീർന്നത്. ഓർമ്മയിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്ത നമുക്ക് ടൈം ലൈൻ നോക്കാം. പ്രധാനപ്പെട്ട ടൈം ലൈൻ ആണ്, നിങ്ങൾ ഓർത്തു വെക്കണം. അത് ഞാൻ പറഞ്ഞു 1926 നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്, റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി പഠിക്കാനുണ്ട്. അത് നമ്മുടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുമ്പോൾ എച്ച് കാൽവേർട്ടിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. എച്ച് കാൽവേർട്ടിന്റെ നേതൃത്വത്തിലുള്ള റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഉണ്ട്. പക്ഷെ ഇത് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇവിടെ പറയുന്നത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്, ഇതിന്റെ ചെയർമാൻ ഹിൽട്ടൺ യങ് ആയിരുന്നു. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെടാറുള്ളത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെടുന്നത് എന്താണ്? സെൻട്രൽ ബാങ്കിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം നിങ്ങൾ കൊടുത്താൽ മതി, ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നോ അല്ലെങ്കിൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നോ ആണ് ഉത്തരം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോ RBI റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് റോയൽ കമ്മീഷൻ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അല്ലെങ്കിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നോ ഓർത്തു വെക്കുക. ഓർമ്മയിരിക്കുമല്ലോ? ഇരിക്കും, എനിക്കറിയാം. അടുത്തത് 1927 RBI bill presented in the British Legislative Assembly but not passed. പഠിച്ചു വെക്കണം. 1927 ഒരു ശ്രമം നടത്തി. എന്ത്? റിസർവ് ബാങ്ക് 26 കമ്മീഷൻ പറഞ്ഞു റിസർവ് ബാങ്ക് വന്നാൽ നല്ലതാണെന്ന്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 27 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ബില്ല് പാസ്സാക്കാൻ ശ്രമിച്ചു, പക്ഷേ പരാജയപ്പെട്ടു പോയി. ഓർമ്മയിരിക്കട്ടെ. അടുത്തത് 31 ആണ്. 1931 The Indian Central Banking Enquiry Committee reviews the issue of establishing the central bank. പഠിച്ചു വെക്കേണ്ട വർഷം എന്താണ്? ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയുടെ വർഷം ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാൻ സാധ്യതയുമുണ്ട്. പഠിച്ചു വെക്കണം. ഇന്ത്യൻ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി എന്നാണ് സാധാരണ ചോദിച്ചിട്ടുള്ളത്. സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റിയുടെ ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. 1931 അവരും എന്തിനെ കുറിച്ച് തന്നെയാണ്? റിവ്യൂ ദ ഇഷ്യൂ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ സെൻട്രൽ ബാങ്ക്. ആ സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം തന്നെയാണ് ഇവരും നടത്തിയിട്ടുള്ളത്. ഇനി നോക്കിക്കടാ, ദ വൈറ്റ് പേപ്പർ ഓൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇസ് എ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ജോൺ സൈമൺ. പ്രസന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് ബിൽ വാസ് പാസ്ഡ് ഓൺ. ഇത് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വൈറ്റ് പേപ്പർ ഓൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് ഓർത്തു വെക്കണം. അത് റിസർവ് ബാങ്ക് വരാൻ കാരണമായിട്ടുള്ള ഒന്നാണ്. വൈറ്റ് പേപ്പർ ഓൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് ഇസ് എ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ജോൺ സൈമൺ. ഓർത്തു വെക്കണം. ജോൺ സൈമൺ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കമ്മീഷന് കീഴിലായിരുന്നു ഈ കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന്റെ ബില്ല് പാസ്സാകുന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സെപ്റ്റംബർ 8 1933 എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. 1933. എന്നാൽ CSEB-ക്ക് ഒരു തവണ ഇതിന്റെ ഉത്തരം ഡിസംബർ എന്നും കണ്ടിട്ടുണ്ട്. ഡിസംബർ 1933 എന്ന് കണ്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. എങ്ങനെയെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷന് തരുന്നത് എന്നനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഡിസംബർ 1933 എന്ന് CSEB ഒരു തവണ ആൻസർ തന്നിട്ടുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ല മക്കളെ? അടുത്തത്, അപ്പൊ ഇവിടെ ബില്ല് പാസ് ചെയ്തു. ഇവിടെ ബിൽ പാസ് ചെയ്തു. അപ്പൊ ബില്ല് പാസ് ചെയ്തപ്പോൾ അതിന്റെ ആക്ട് നിലവിൽ വരികയാണ്. ഇനി തൊട്ടടുത്ത വർഷം 34 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നമ്പർ 2 ആയിട്ട് 1934 നിലവിൽ വരികയാണ്. പാസ്ഡ് ബൈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ചെയ്തുകൊണ്ട് റിസർവ് ബാങ്കിന്റെ ഇന്ത്യ ആക്ട് പാസ് ചെയ്തിട്ട് ആക്ട് നിലവിൽ വന്നത് 1934. വെറുതെ പഠിച്ചു വെച്ചാൽ പോരാ, 6/3/1934 എന്ന് തന്നെ പഠിച്ചു വെക്കണം. എന്താണ്? 6/6 പകുതി 3 അല്ലെ? 1934 ആണ്. ആക്ട് നമ്പർ ഓർത്തു വെച്ച മക്കളെ, ആക്ട് നമ്പർ 2 ആണ്. ഈ ആക്ട് നമ്പറിന് എപ്പോഴും പ്രാധാന്യമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആക്ട് നമ്പറുകളാണ് ഇതെല്ലാം കേട്ടോ. BR ആക്ടിന്റെ ആക്ട് നമ്പർ ഓർത്ത് വെക്കണം. RBI ആക്ട് ഓർത്ത് വെക്കേണ്ടതാണ്. RBI ആക്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട. NA ആക്ട് 26, BR ആക്ട് നമ്പർ 10, RBI ആക്ട് നമ്പർ 2. ഇനി നമ്മൾ പഠിക്കുന്നതാണ് KCS ആക്ട് 21. ഇതെല്ലാം നമ്മൾ പഠിക്കാനായിട്ടുള്ളതാണ്. ഇതെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആക്ട് നമ്പർ 2 1934 രണ്ടാമതായിട്ട് ഒപ്പുവെച്ച ആക്ട് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ശേഷം പ്രധാനപ്പെട്ട വർഷം, പ്രധാനപ്പെട്ട തീയതി ഹെഡിങ്ങിൽ തന്നെ കൊടുത്തേക്കുന്നു. April 1, 1935 എന്താണ്? RBI begins operation as a private bank with headquarters at Kolkata. കൊൽക്കത്തയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ഉള്ള ബാങ്ക് ആയിട്ട് RBI പ്രവർത്തനം തുടങ്ങി. ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 1935 April 1 ആൻഡ് വിത്ത് ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് 5 crore 5 കോടി രൂപ മൂലധനമുള്ള റിസർവ് ബാങ്ക് നിലവിൽ 5 കോടി രൂപയാണ് മൂലധനം ഉണ്ടായിരുന്നത്. വിച്ച് വാസ് ജോയിൻലി സബ്സ്ക്രൈബ് ബൈ പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. പ്രൈവറ്റും ഗവൺമെന്റും അതിന്റെ ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 37 ഇവിടെ ഞാനിത് മാർക്ക് ചെയ്യാൻ കാരണം, റിസർവ് ബാങ്ക് നിലവിൽ വരുമ്പോൾ എവിടെയായിരുന്നു അതിന്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് എന്നൊരു ചോദ്യം വരാം. നിങ്ങൾ കൊടുക്കുക ഉത്തരം കൊൽക്കത്തയാണ്. എന്നാൽ 1937 RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്ത വർഷം ചോദിച്ചാൽ 1937 എന്ന് നിങ്ങൾ ആൻസർ കൊടുക്കുക. ശേഷമുള്ളതാണ് 1938. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, RBI സ്റ്റാർട്ടഡ് ഇഷ്യൂ കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യാൻ RBI സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായിട്ട് റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്ത കറൻസി നോട്ട് 5 രൂപയുടെ നോട്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 5 രൂപയുടേതായിരുന്നു ഫസ്റ്റ് കറൻസി നോട്ട് പ്രിന്റഡ് ബൈ RBI 5 rupees. മക്കളെ, ഈ കറൻസി നോട്ട് ഒന്ന് ഇവിടെ കൊടുത്തിരുന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കറൻസി നോട്ടും ബാങ്ക് നോട്ടും നിങ്ങൾക്ക് മാറിപ്പോകാതെ നിങ്ങൾ പഠിക്കണം. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻസി നോട്ട് എന്ന് പറയുമ്പോൾ 2 രൂപയോ അതിന് മുകളിലേക്ക് മൂല്യമുള്ളതിനെയാണ് നമ്മൾ സാധാരണ കറൻസി നോട്ട് എന്ന് പറയാറുള്ളത്. ബാങ്ക് നോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കറൻസി നോട്ട് എന്ന് പറഞ്ഞാൽ 2 രൂപ, അതായത് 1 രൂപ മൂല്യത്തിൽ താഴേക്കുള്ളതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് കറൻസി നോട്ട്. 2 രൂപയും അതിന് മുകളിലേക്കുള്ളതാണെങ്കിൽ ബാങ്ക് നോട്ടാണ് കേട്ടോ. ഓക്കെ ആണോ? ബാങ്ക് നോട്ടാണ്. 1 രൂപയ്ക്ക് താഴെയാണെങ്കിൽ അതിനെയാണ് കറൻസി നോട്ട് എന്ന് നമ്മൾ പറയാറുള്ളത്. ഓർത്ത് വെക്കുക, കറൻസി നോട്ട് എന്ന് പറയാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു കാര്യം കൂടെ പറയാം. കറൻസി നോട്ട് ഈസ് നോട്ട് എ പ്രൊമിസറി നോട്ട്. കറൻസി നോട്ടുകളെ പ്രൊമിസറി നോട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് കറൻസി ആക്ടിൽ പറയുന്നുണ്ട്. എന്താണ്? കറൻസി നോട്ടുകൾ പ്രൊമിസറി നോട്ട് അല്ല. കാരണം ഈ കറൻസി നോട്ടിൽ ഐ പ്രോമിസ് ടു പേ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രൊമിസറി നോട്ട് എഴുതുന്നത്. ഈ കറൻസി നോട്ട് നോക്കി അറിയാം, അതിൽ ഐ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് ഗവർണറുടെ ഒപ്പ് അതിൽ കാണില്ല. ബാങ്ക് നോട്ടിലാണ് ഗവർണറുടെ ഒപ്പുള്ളത്. ഗവർണറുടെ ഒപ്പുള്ളത് ഏതിലാണ് മക്കളെ? ബാങ്ക് നോട്ടിലാണ്. അതുകൊണ്ട് ബാങ്ക് നോട്ടിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ബാങ്ക് നോട്ടിനെ
നമുക്ക് പ്രോമിസറി നോട്ടായി കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ബാങ്ക് നോട്ട് ക്യാൻ ബി കൺസിഡർ ആസ് എ പ്രോമിസറി നോട്ട്. ബാങ്ക് നോട്ടിന് ഒരു പ്രോമിസറി നോട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും, കുഴപ്പമില്ല. പക്ഷേ കറൻസി നോട്ടിന് ഒരിക്കലും ഒരു പ്രോമിസറി നോട്ട് അല്ല എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. പ്രോമിസറി നോട്ട് ആണോ? അല്ല. കറൻസി നോട്ട് ഈസ് നോട്ട് എ പ്രോമിസറി നോട്ട്. കറൻസി നോട്ട് ഒരു പ്രോമിസറി നോട്ട് അല്ല. പക്ഷെ ഇവിടെ അർത്ഥമാക്കുന്ന RBI സ്റ്റാർട്ട് ഇഷ്യൂ കറൻസി നോട്ട് ടോട്ടൽ ആ നോട്ട് എന്ന് മാത്രമേ ഇവിടെ അർത്ഥമാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റ് നോട്ട് എന്ന് കൊടുത്തേക്കുന്നത്. എങ്കിലും ഈ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ബാങ്ക് നോട്ടാണ് ആര് ഇഷ്യൂ ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്ക് നോട്ടാണ്. കറൻസി നോട്ട് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? കറൻസി നോട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി ആണ് കേട്ടോ. ഫിനാൻസ് മിനിസ്ട്രി ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫിനാൻസ് മിനിസ്ട്രി ഗവൺമെന്റ് ആണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്, ഓർത്ത് വെക്കുക. അപ്പോ ബാങ്ക് നോട്ടും കറൻസി നോട്ടും ഓർത്ത് വെച്ചാൽ മതിയാവും. ബാങ്ക് നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ 100-ന്റെയും 200-ന്റെയും നമ്മുടെ കയ്യിലുള്ള നോട്ടുകൾ ഉണ്ടല്ലോ, 500-ന്റെ നോട്ടുകളൊക്കെ, അത് ബാങ്ക് നോട്ടാണ്. കറൻസി നോട്ട് നല്ല പറയേണ്ടത് ബാങ്ക് നോട്ടാണ്. അത് റിസർവ് ബാങ്ക് പുറത്തിറക്കുന്നതാണ്. എന്നാൽ കറൻസി നോട്ട് പുറത്തിറക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്കിലൂടെയാണ്. ഓർത്ത് വെക്കുക കേട്ടോ. ഒന്ന് ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഫസ്റ്റ് കറൻസി നോട്ട് പ്രിന്റ് ചെയ്തത് 5 രൂപയുടെ ആണ്. ഇവിടെ കറൻസി നോട്ട് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റ് കൺഫ്യൂഷൻ ആകണ്ട അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അർത്ഥം ഡീപ്പായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 1947 എന്താണ് പ്രത്യേകത? കഴിഞ്ഞ തവണ ഈ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? 1947 RBI സ്റ്റോപ്ഡ് ആക്ടിംഗ് ആസ് എ സെൻട്രൽ ബാങ്ക് ഓഫ് ബർമ. ബർമയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ട് പ്രവർത്തിച്ചിരുന്നതായിരുന്നു. എന്നാൽ 47 RBI ആ ധർമ്മം സ്റ്റോപ്പ് ചെയ്തു. 1947 RBI സ്റ്റോപ്പ് ആക്ടിംഗ് ആസ് എ ബാങ്ക് ടു ദ സെൻട്രൽ ബാങ്ക് ഓഫ് ബർമ ഇൻ 1947. ഇത് കഴിഞ്ഞ തവണ ചോദ്യം വന്നിട്ടുണ്ട്. കേരള ബാങ്കിന് ഇതൊരു ചോദ്യം വന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. അടുത്തത് 1948 RBI സ്റ്റോപ്ഡ് ആക്ടിംഗ് ആസ് എ സെൻട്രൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്ക് 48 നിലവിൽ വന്നപ്പോ RBI പരിപാടി അങ്ങ് നിർത്തി. RBI സ്റ്റോപ്ഡ് ആക്ടിംഗ് ആസ് എ സെൻട്രൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ഇൻ 1948. 1948 RBI പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന പരിപാടി നിർത്തിയത്. ഇനി 1949 വളരെ പ്രധാനപ്പെട്ട വർഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. RBI വാസ് shareholders bank till 31st December 1948. 1948 ഡിസംബർ 31 വരെ RBI ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസമാണ് നമുക്കറിയാം 1949 ജനുവരി 1 മുതലാണ് ഗവൺമെന്റ് പൂർണ്ണമായി ഏറ്റെടുത്ത സെൻട്രൽ ബാങ്ക് ആയി മാറിയത്. RBI വാസ് ഷിഫ്റ്റഡ് ഫ്രം പ്രൈവറ്റ് ഓണർഷിപ്പ് ടു സ്റ്റേറ്റ് ഓണർഷിപ്പ് ബൈ പാസിംഗ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1948. ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട് ആണ് കേട്ടോ. RBI ആക്ട് അല്ല, ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948. The Reserve Bank of India was nationalized on 1st January 1949. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്യപ്പെട്ടു എന്നാണ്. ജനുവരി 1 1949 നാഷണലൈസ് ചെയ്തത്. RBI is declared as the Central Bank of India. അങ്ങനെ RBI-നെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണ അധികാരം കൊടുത്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഓടിച്ചു പറയാമേ. ടു റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്. RBIയുടെ പ്രത്യേകത ബാങ്ക് നോട്ടിനെ ഇഷ്യൂ ചെയ്യുന്നു. ഞാനത് നേരത്തെ പറഞ്ഞല്ലേ. റെഗുലേറ്റ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്. ബാങ്ക് നോട്ടിന്റെ ഇഷ്യൂ റെഗുലേറ്റ് ചെയ്യുന്നു. മെയിൻറ്റെയിൻ റിസർവ് വിത്ത് വ്യൂ ടു സെക്യൂറിംഗ് മോണിറ്ററി സ്റ്റെബിലിറ്റി. സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള നെടുന്തൂണായി നിന്നുകൊണ്ട് അതിനെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കറിയാം CRR, SLR ഇങ്ങനെ കുറെ റേറ്റുകളൊക്കെ പഠിക്കാനുണ്ട്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇന്ത്യയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് RBIയുടെ ധർമ്മമാണ്. ടു ഓപ്പറേറ്റ് ക്രെഡിറ്റ് ആൻഡ് കറൻസി സിസ്റ്റം ഓഫ് കൺട്രി ടു ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. ഓപ്പറേറ്റ് ആൻഡ് ക്രെഡിറ്റ് ആൻഡ് കറൻസി സിസ്റ്റം. ക്രെഡിറ്റ് ആൻഡ് കറൻസി സിസ്റ്റം. ക്രെഡിറ്റ് ക്രിയേറ്റർ ആരാണ്, ക്രെഡിറ്റ് കൺട്രോളർ ആരാണെന്ന് ചോദ്യം വരാറുണ്ട് കേട്ടോ. ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് കേട്ടോ. കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. എന്നാൽ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കായിരിക്കും? കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ RBI ആണ്. റിസർവ് ബാങ്ക് അല്ലാതെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അപ്പൊ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് RBIയും ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇത് ചോദ്യം വന്നിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ നിസ്സാരമായിട്ട് കളയരുത്. ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകളെന്ന് ഓർത്തു വെക്കുക.
ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി വിത്ത് കീപ്പിംഗ് ദ മൈൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത്. അത് വളർച്ചയ്ക്ക് വേണ്ടി പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി കീ ഫാക്ട്സിനെ കുറിച്ച് നോക്കാം മക്കളെ. ആർ ബി ഐ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആർ ബി ഐ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിയമപരമായി നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി തന്നെയാണ് ആർ ബി ഐ. ആർ ബി ഐ ലോഗോ വാസ് ഇൻസ്പയർഡ് ഫ്രം ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡബിൾ മോഹൂർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ആർ ബി ഐ ലോഗോ വന്നിട്ടുള്ളത്. ആർ ബി ഐയുടെ ലോഗോ എന്ന് പറയുന്നത് ടൈഗർ ആണെന്ന് അറിയാം. ഇപ്പോഴത്തെ അതിൽ കാണിച്ചിരിക്കുന്ന മൃഗം ഏതാന്ന് വെച്ചാൽ ടൈഗർ ആണ്. നേരത്തെ ആർ ബി ഐയുടെ പാം ട്രീയും ലയണുമായിരുന്നു നേരത്തെ വന്നിരുന്ന ലോഗോ. ഇപ്പൊ ടൈഗറും പാം ട്രീയും ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നേരത്തെ അത് ലയൺ ആയിരുന്നു, ഇപ്പോൾ അത് ടൈഗർ ആൻഡ് പാം ട്രീ ആയിട്ടുണ്ട്. ഓൾഡസ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക ലയൺ ആയിരുന്നു കേട്ടോ. ലയൺ ആൻഡ് പാം ട്രീ ആയിരുന്നു, ഇപ്പോൾ ടൈഗർ ആണ്. ഇനി നോക്കടാ, ആർ ബി ഐ റൺസ് എ മോണിറ്ററി മ്യൂസിയംസ് പ്രസന്റ് ഇൻ ദ പ്രിമിസസ് ഓഫ് ദ മുംബൈ ഹെഡ് ഓഫീസ്. മുംബൈ ഹെഡ് ഓഫീസിൽ ഒരു മോണിറ്ററി മ്യൂസിയം ഉണ്ട്. സെൻട്രൽ ഓഫീസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദ മെയിൻ ഓഫീസ് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ആർ ബി ഐ. നമുക്ക് അതറിയാവുന്നതാണ്. ഇനി എംബ്ലം ഓഫ് ദ ആർ ബി ഐ ടൈഗർ ആൻഡ് പാം ട്രീ. ടൈഗറും എണ്ണപ്പനയാണ് അല്ലെ, പാം ട്രീയും അതുപോലെ ടൈഗറും പാം ട്രീ ആണെന്ന് ഓർത്ത് വെക്കുക. ഫിനാൻഷ്യൽ ഇയർ ഓഫ് ആർ ബി ഐ ഫ്രം 1st April to 31st March. ഏപ്രിൽ 1 മുതൽ 31st March വരെയാണ് ഒരു സാമ്പത്തിക വർഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിനെയാണ് ആർ ബി ഐയുടെ കേസിലും. ഇനി ആർ ബി ഐ is responsible only for printing the bank note minting of coins done by the government of India. കോയിൻസ് മിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ പറയുന്നത് ആർ ബി ഐ റെസ്പോൺസിബിൾ ഓഫ് പ്രിന്റിംഗ് ബാങ്ക് നോട്ട്. ബാങ്ക് നോട്ട് പ്രിന്റ് ചെയ്യുന്നതായിരിക്കും ആർ ബി ഐയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ദൗത്യമാണ് ബാങ്ക് നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുക എന്നുള്ളത്. ആർ ബി ഐ റെപ്രസെന്റ് ഇന്ത്യ ഇൻ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നമ്മൾക്കറിയാം IMF-ല് ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആർ ബി ഐ എന്ന് നിങ്ങൾ ഉത്തരം കൊടുത്തേക്കുക. ആർ ബി ഐ എന്ന് ഉത്തരം കൊടുക്കുക. The ways and means advance given by RBI central and state government for 3 months. 3 മാസത്തിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റിനും ആർ ബി ഐ കൊടുക്കുന്ന ഒരു അഡ്വാൻസ്, ഒരു ലോൺ സിസ്റ്റം ആണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് എന്നറിയപ്പെടുന്നത്. അത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ്. CSEB എക്സാമിന് ചോദ്യം വന്നു. സെക്ഷൻ 17 സബ്സെക്ഷൻ 5 പ്രകാരം, ആർ ബി ഐ ആക്ടിലെ സെക്ഷൻ 17(5) പ്രകാരമാണ് ഓർത്തു വെക്കുക. എക്സിം ആൻഡ് IDBI ബാങ്ക് വർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആർ ബി ഐ. ആർ ബി ഐ ആണ് എക്സിം ബാങ്കും IDBI ബാങ്കും കൊണ്ടുവന്നിട്ടുള്ളത്. സിക്കിം സ്റ്റേറ്റ് ഈസ് നോട്ട് സെർവ്ഡ് ബൈ ആർ ബി ഐ. ആർ ബി ഐ ഒരിക്കലും സെർവ് ചെയ്യാത്ത സ്റ്റേറ്റ് ആണ് സിക്കിം സ്റ്റേറ്റ്, ഒന്ന് ഓർത്തു വെക്കുക. ബാങ്ക്സ് ഇൻക്ലൂഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ആർ ബി ഐ ആക്ട് നോൺ ആസ് ഷെഡ്യൂൾഡ് ബാങ്ക്. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ മിനിമം റിസർവ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, നമ്മൾ പെയ്ഡ് ക്യാപിറ്റൽ റിസർവ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ബാങ്കായി മാറണമെങ്കിൽ, കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിട്ട് ഒരു ബാങ്കിനെ പ്രഖ്യാപിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ മതി. പക്ഷെ ഷെഡ്യൂൾഡ് ബാങ്ക് ആകണമെങ്കിൽ 5 ലക്ഷം രൂപ വേണം. നമുക്കറിയാം, അതൊക്കെ നമുക്ക് പഠിക്കാം. ഇവിടെ പറയുന്ന നോക്കിയാ, ഇവിടെ പറയുന്ന ആർ ബി ഐ ആക്ടിന്റെ, BR ആക്ട് അല്ല, ആർ ബി ഐ ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നതാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് നമ്മൾ പറയാറുള്ളത്. സർവീസ് ഏരിയ അപ്രോച്ച് 1989 ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആർ ബി ഐ. ആർ ബി ഐ കൊണ്ടുവന്നാണ് സർവീസ് ഏരിയ അപ്രോച്ച്. ഇനി മണി മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ ഇസ് എ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച്ഡ് ബൈ ആർ ബി ഐ ഫോർ ഹെൽപ്പിംഗ് വിഷ്വലി ഇംപയർഡ് പേഴ്സൺസ് ഐഡന്റിഫൈ ദ ഡിനോമിനേഷൻ ഓഫ് ഇന്ത്യൻ ബാങ്ക് നോട്ട്. ഇന്ത്യൻ ബാങ്ക് നോട്ടുകളുടെ തുക തിരിച്ചറിയുന്നതിന് വേണ്ടി, ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ആർ ബി ഐ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് മണി മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്, MANI എന്നറിയപ്പെടുന്നത് കേട്ടോ, ഓർത്തു വയ്ക്കണേ. അടുത്തത് ആർ ബി ഐ ഇംപ്ലിമെന്റഡ് പോസിറ്റീവ് പേ സിസ്റ്റം ഫോർ ദ ചെക്ക്. ഇത് 2021 പോസിറ്റീവ് പേ സിസ്റ്റം കൊണ്ടുവന്നത്. ഇനി കണ്ടംപററി കറൻസി നോട്ട് ഹൗ 15 ലാംഗ്വേജസ് ഓൺ ദ പാനൽ വിച്ച് അപ്പിയർ ഇൻ ദ റിവേഴ്സ് ഓഫ് ദ നോട്ട്. നോട്ടിന്റെ റിവേഴ്സിൽ 15 ലാംഗ്വേജിലായിരിക്കും ആ നോട്ടിന്റെ ഡിനോമിനേഷൻ എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ഇതിന് കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെ പോവുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊന്നും നോക്കണം മക്കളെ. ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് സർജസ് ബാങ്ക് ആണ് 1656. അത് ഫുള്ളി സ്റ്റേറ്റ് ഓണർഷിപ്പിൽ വന്നത് 1668 പറഞ്ഞു. എന്നാൽ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ആദ്യത്തെ സെൻട്രൽ ബാങ്ക് വന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് 1694. ആദ്യമായിട്ട് കറൻസി ഇഷ്യൂ ചെയ്ത് അവർ തന്നെയാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഫ്രാൻസ് 1800 ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് റഷ്യ 1990 ആണ്. ബാങ്ക് നിപ്പോൺ ജിങ്കോ ജപ്പാന്റെ ബാങ്ക് ആണ് 1882 ആണ്. USA ബാങ്ക് 1913 നിലവിൽ വന്നത്. ഫെഡറൽ റിസർവ് സിസ്റ്റം, ആ പേര് ഓർത്തു വെക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. പേരെന്താണെന്ന് ഓർത്തു വെക്കണേ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ബാങ്ക് ഓഫ് കാനഡ 1934. റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയുടെ ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ.
ബാങ്ക് ഓഫ് പാകിസ്ഥാൻ സെൻട്രൽ ബാങ്ക് വന്ന 1948-ലാണ്. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന 48-ലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ റിസർവ് ബാങ്ക് നിലവിൽ വരുന്ന 3 പ്രസിഡൻസി ബാങ്കുകൾ ചേർന്നിട്ടുള്ള ഇംപീരിയൽ ബാങ്കിന്റെ ധർമ്മം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. 3 ബാങ്കുകൾ, ബാങ്ക് ഓഫ് മദ്രാസ് 1 ജൂലൈ 1843, ബാങ്ക് ഓഫ് കൽക്കട്ട ജൂൺ 2 1806, ബാങ്ക് ഓഫ് ബോംബെ ഏപ്രിൽ 15 1840. ഇത് 3മാണ് പ്രസിഡൻസി ബാങ്ക് എന്നറിയപ്പെട്ടിരുന്ന ബാങ്കുകൾ. ഇത് 3നെ ചേർത്താണ് 1921 ജനുവരി 27 ഇംപീരിയൽ ബാങ്ക് ആക്കി മാറ്റിയത്. ഇംപീരിയൽ ബാങ്കിന്റെ ധർമ്മം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ RBI നിലവിൽ വന്നത്. ഇംപീരിയൽ ബാങ്കിനെ പിന്നീട് സ്റ്റേറ്റ് ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു ഓർത്തു വെക്കുക. റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 5 കോടി രൂപ മൂലധനമുള്ള ബാങ്കായിരുന്നു. 4,97,800 ഷെയറുകൾ പ്രൈവറ്റ് പാർട്ടീസ് ആണ് പർച്ചേസ് ചെയ്തിരുന്നത്. 2,200 ഷെയർ മാത്രമാണ് ഗവൺമെന്റ് ഏറ്റെടുത്തിരുന്നത്. എന്നാൽ ഗവൺമെന്റ് പൂർണ്ണമായിട്ട് ഇത് ഏറ്റെടുത്തത് ജനുവരി 1 1949-ലാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അന്ന് മുതലാണ് കേന്ദ്ര ബാങ്കായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് പൂർണ്ണ അധികാരത്തോടുകൂടി. ഇനി 26-ൽ ആദ്യമായിട്ട് ഈ ബാങ്കിനെ റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ റോയൽ കമ്മീഷൻ ആണെന്ന് ഓർത്തു വെച്ചിട്ടുണ്ട്. 27-ൽ ബില്ല് ആദ്യമായി പാസ് ചെയ്തുവെങ്കിലും പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. 31-ൽ സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി നിലവിൽ വന്നു. ഇതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ നടത്തി. 33-ലാണ് ബില്ല് പാസ് ചെയ്യുന്നത്. 8/9/1933 ഡിസംബർ എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. 1934-ലാണ് നമ്മുടെ ബില്ല് അല്ലെങ്കിൽ ആക്ട് നിലവിൽ വരുന്നത്. 6/3/1934 ഓർത്തു വയ്ക്കുക. ശേഷം 1 ഏപ്രിൽ 1935-ൽ റിസർവ് ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്ത ആസ്ഥാനമാക്കി നിലവിൽ വരുന്നു. 37-ലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് ഓർത്തു വയ്ക്കുക. ശേഷം 38-ൽ ആദ്യമായിട്ട് നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. 47-ൽ ബർമയുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റോപ്പ് ചെയ്യുന്നു. 48-ൽ പാകിസ്ഥാന്റെ ബാങ്കായിട്ട് പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യുന്നു. 49 ജനുവരി 1-നാണ് നാഷണലൈസ് ചെയ്യപ്പെട്ട സെൻട്രൽ ബാങ്കായിട്ട് നിലവിൽ വന്നത്. നമുക്കറിയാം മോണിറ്ററി പോളിസി കൺട്രോൾ ചെയ്യുന്നതെല്ലാം RBIയുടെ ഉത്തരവാദിത്തമാണ്. RBI സിക്കിമിന് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞു. വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് 17(5) പ്രകാരം RBI ആക്ടിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു. 15 ലാംഗ്വേജസിലാണ് റിവേഴ്സിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ ബാലൻസ് പോർഷൻ എടുക്കുന്നുണ്ട്, ഗവർണേഴ്സിന്റെ കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നോക്കി പഠിക്കുക. നല്ല വിജയം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സ് സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.